കൃഷ്ണ. ഭഗവാനും മഞ്ചാടിയും. മഞ്ചാടി കാണുമ്പോഴൊക്കെ ഗുരുവായൂരപ്പനെ ചിന്തിക്കാറുണ്ടോ? ഗുരുവായൂരപ്പനെ ഓർക്കാറുണ്ടോ നിങ്ങൾ? മയിൽപ്പീലിയും മഞ്ചാടിയുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ്. മഞ്ചാടി കിട്ടുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായവർ പറയും, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് മഞ്ചാടി കിട്ടിയത്. ഒന്നെങ്കിൽ അവിടെ മഞ്ചാടി മരമോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് യാദൃശ്ചികമായി കിട്ടുന്ന മഞ്ചാടിയെ ഭഗവാൻ നമുക്ക് തരുന്നതാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ ഒരു മഞ്ചാടി കിട്ടിയ അനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് കേട്ടോ. കഥയിലെ ചേച്ചി ഗുരുവായൂർ ഭക്തരുടെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിരന്തരം ഫോട്ടോസുകൾ വരാൻ തുടങ്ങി. ഇന്ന് എനിക്ക് മഞ്ചാടി കിട്ടി, ഇന്ന് എനിക്ക് കുന്നിക്കുരി കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യിൽ ആളുകൾ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ചേച്ചി മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്നോട് നിനക്ക് ഒട്ടും ഇഷ്ടമല്ലേ? ഭഗവാന് ഇഷ്ടമുള്ളവർക്കാണ് മഞ്ചാടിയും മയിൽപ്പീലിയും ഒക്കെ വീണ് കിട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഭക്തിയൊന്നും കണ്ണന് ഇഷ്ടാവില്ല. കാരണം എത്രയോ കോടാനുകോടി ഭക്തന്മാർ ഭഗവാനുണ്ടല്ലോ, എത്രയോ ആരാധകന്മാരുണ്ടല്ലോ. അപ്പോൾ അവരെ കാര്യം തന്നെ ഭഗവാൻ ശ്രദ്ധിക്കാനുണ്ടാവും. എപ്പോഴെങ്കിലും ആലോചിക്കുന്ന എന്നെപ്പോലെയുള്ള ഭക്തരെയൊന്നും കണ്ണൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല എന്ന് ആ ചേച്ചി വിചാരിക്കുകയാണ്. അവരൊരു വാടക വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അവർ നിൽക്കുന്ന പ്രദേശത്ത് എവിടെയും മഞ്ചാടി മരമോ ഒന്നും തന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. മഞ്ചാടിക്കുരു പോയിട്ട് കുന്നിക്കുരു ഒന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഭഗവാൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് എവിടുന്നേലും ഒരു മഞ്ചാടിക്കുരു കിട്ടുമെന്ന്. വെറുതെ അങ്ങ് പറഞ്ഞതാണ്. ചേച്ചിയുടെ മനസ്സിൽ ചിരിയോടുകൂടി ചേച്ചി പറയുന്നുണ്ട് എവിടുന്ന് കിട്ടാൻ എന്നൊക്കെ. ഭഗവാനൊന്ന് പരീക്ഷിച്ചതാവാം. അങ്ങനെ ഒരു ദിവസം ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് നിറയെ കുട്ടികളുണ്ട് കേട്ടോ. ചേച്ചിയുടെ വീട്ടിലൊരു മോനുണ്ട്, ചേച്ചിയുടെ തൊട്ടടുത്തും ഒരുപാട് കുട്ടികളുണ്ട്. അതിലൊരു കുസൃതി കൊടുക്കയുണ്ട്. അവന് 2 വയസ്സേ ഉള്ളൂ. ഭയങ്കര വാശിക്കാരനാണ്. എന്തിനും ഏതിനും വാശിയാണ്. അവൻ്റെ കയ്യിലുള്ള ഒരു സാധനം പോലും ആർക്കും കൊടുക്കില്ല. എന്നാൽ മറ്റുള്ളവരുടെ കയ്യിലുള്ള സാധനങ്ങൾക്കൊക്കെ അവന് വാശിയാണ്. അങ്ങനെയുള്ള കുസൃതി കൊടുക്കയെ പലർക്കും പേടിയാണ് അടുക്കാൻ. കാരണം ചെറിയ കാര്യത്തിന് അവൻ അങ്ങ് കുറുമ്പ് കളിക്കും, അല്ലെങ്കിൽ മണ്ണ് കിടന്ന് ഒഴയും. അതുകൊണ്ട് തന്നെ അവനോട് ഒരു മയത്തിലൊക്കെ ഉള്ള പെരുമാറ്റേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മണ്ണെടുത്തെറിയുക, കല്ലെടുത്തെറിയുക, ഇതൊക്കെയാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. അങ്ങനെ നമ്മുടെ ചേച്ചി അവൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നപ്പോൾ അവൻ്റെ കളിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു മഞ്ചാടി, കുഞ്ഞി മഞ്ചാടി. ഹായ് മഞ്ചാടി, ആൻറ്റിക്ക് തരുമോ എന്ന് അവനോട് ചോദിച്ചു. ആദ്യം പറഞ്ഞു ഏയ് തരില്ല എന്ന്. പക്ഷേ എന്നാ വേണ്ട കുഞ്ഞാ, അത് വായിലിടരുത് കേട്ടോ എന്ന് ചേച്ചി താക്കീത് കൊടുത്തു. എന്നിട്ട് ചേച്ചി അങ്ങ് നടന്നതും ഈ വികൃതി കൊടുക്ക ചേച്ചിയുടെ പിന്നാലെ വന്നിട്ട് ആൻറ്റി ഇതെടുത്തോ, ഇത് സൂക്ഷിച്ച് വെച്ചേക്കണേ എന്നും പറഞ്ഞ് ആൻറ്റിയുടെ കയ്യിൽ, ചേച്ചിയുടെ കയ്യിൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഉണ്ടായൊരു സന്തോഷം, ഭഗവാനെ ഇത് ഗുരുവായൂരപ്പൻ തന്നെ തന്നതാണോ? പിന്നീട് ചേച്ചി എന്ത് ചെയ്തെന്നോ, ആ ചളി പുരണ്ട മഞ്ചാടി ഉണ്ടല്ലോ, അതുപോലെ അത് കഴുകുക പോലും ചെയ്യാതെ ഭഗവാന് ഇവിടെ അവരുടെ സ്വാമി റൂമിൽ കൊണ്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ചേച്ചിക്ക് അപ്പോൾ അനുഭവപ്പെട്ടു. എന്തോ ഒരു ചന്ദനത്തിൻ്റെ ഗന്ധം, തുളസിമാലയുടെ ഗന്ധമൊക്കെ. അപ്പോൾ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലാവുകയാണ്. ഭഗവാൻ അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല, ഭക്തന്മാർക്കിടയിൽ യാതൊരു വലിപ്പച്ചെറുപ്പങ്ങളില്ല. എല്ലാവരോടും ഭഗവാനെ ഒരു നേരം വിളിച്ചാൽ ഭഗവാൻ നമ്മളോട് അടുത്തിരിക്കും. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് 2 സ്റ്റെപ്പ് വെച്ചിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഹരേ കൃഷ്ണ, ഭഗവാൻ എല്ലാവരും മുറുകെ പിടിച്ചോളൂ. നിങ്ങൾക്കും ഇതുപോലെ കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന വാട്സപ്പിലേക്ക് ഒന്ന് വോയിസ് മെസ്സേജ് അയക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ തുടർന്നുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു.